വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടുവാൻ പാടില്ലാത്ത അനുഭവമാണ്. പക്ഷെ അത് ഒരു ശീലമായി മാറുമ്പോൾ കാലക്രമേണ പ്രാർത്ഥന കേവലം നിർജീവവും പൊള്ളയായതും ആയിത്തീരുവാൻ സാധ്യതയുണ്ട്. വേറെ വിധത്തിൽ പറഞ്ഞാൽ പ്രാർത്ഥന ഒരു ചടങ്ങായി മാറിയേക്കാം. കുറേ ആവശ്യങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുന്നതാണ് പ്രാർത്ഥനയെന്ന് പലരും ചിന്തിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന തുടങ്ങുമ്പോഴേ പെരുമഴ പോലെ ആവശ്യങ്ങളുടെ ലിസ്റ്റ് കർത്താവിൻ്റെ മുൻപിൽ വെക്കും. പ്രാർത്ഥന കർത്താവുമായിട്ടുള്ള നമ്മുടെ സംഭാഷണവും കർത്താവിൻ്റെ ആലോചനകൾ കേൾക്കുന്നതിനുള്ള അവസരവുമാണ് എന്നത് മറക്കരുത്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഈ പ്രഭാതത്തിൽ ഒന്ന് അവലോകനം ചെയ്യാം. പ്രാർത്ഥനയുമായി ബന്ധപ്പെടുത്തി കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ് ലൂക്കോസ് 18:1-8 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു സാധുവായ വിധവ ന്യായാധിപനെ സമീപിച്ച് അവൾക്ക് നീതി നടത്തിത്തരണമേ എന്ന് അപേക്ഷിക്കുന്നു. കുറേ കാലം ഈ ന്യായാധിപൻ നീതി നടത്തി കൊടുക്കുവാൻ തയ്യാറായില്ല. എങ്കിലും ഈ സ്ത്രീ നിരന്തരമായി ചെന്ന് അസഹ്യപ്പെടുത്തിയപ്പോൾ നീതിരഹിതനായ ന്യായാധിപൻ അവളുടെ അപേക്ഷ മാനിച്ച് അവൾക്ക് നീതി നടത്തി കൊടുത്തു. ഈ ഉപമ പറഞ്ഞിട്ട് കർത്താവ് ചോദിക്കുന്നത്, നീതിരഹിതനായ ആ ന്യായാധിപൻ പോലും മുട്ടിപ്പായ ആ പ്രാർത്ഥനയെ മാനിച്ചെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചപേക്ഷിച്ച് കരയുന്ന തൻ്റെ ഭക്തജനങ്ങളുടെ അപേക്ഷ ദൈവം കേൾക്കാതിരിക്കുമോ? ലൂക്കോസ് 18:7. കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്തം, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും നൽകും എന്ന്. യാക്കോബ് 5:16 നീതിമാന്റെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന വിശ്വാസത്തിൽ പ്രാർത്ഥിക്കണം, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും. മർക്കോസ് 11:24. വളരെ പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കുന്നില്ല എന്ന പരാതി പലരിൽ നിന്നും കേൾക്കാറുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല? അതിനുള്ള 3 കാരണങ്ങൾ യാക്കോബ് 4:1 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. 1, യാചിക്കായി കൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല. 4:2. മത്തായി 7:11 കർത്താവ് പറയുന്നത്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നൽകും, എത്രയധികം നൽകും എന്നാണ്. 2, ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം ലഭിക്കില്ല. അതായത് നമ്മളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്തുന്നതിന് തിന്മയായുള്ളത് ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും മറുപടി ലഭിക്കില്ല. 3, വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. വളരെ ദീർഘസമയം പ്രാർത്ഥിച്ചാൽ മാത്രമേ കർത്താവ് കേൾക്കുകയുള്ളൂ എന്ന നമ്മളുടെ ചിന്ത. അതുകൊണ്ട് വളരെ ശബ്ദമുയർത്തി ആവശ്യങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ ഹിസ്കിയ രാജാവിൻ്റെ പ്രാർത്ഥന നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മരിക്കുമെന്നുള്ള പ്രവാചകൻ്റെ അറിയിപ്പ് ലഭിക്കുമ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന് നേരെ തിരിച്ച് യഹോവയോട് ഏറ്റവും കരഞ്ഞ് പ്രാർത്ഥിച്ചു. 2 രാജാക്കന്മാർ 20:23. ഒരു ചെറിയ പ്രാർത്ഥന, യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടു കൂടെ തിരുമുൻപിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്നത് ഓർക്കണമേ. ഈ ചെറിയ പ്രാർത്ഥനയ്ക്ക് ഉടനെ തന്നെ മറുപടി ലഭിച്ചു. നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂടി കൂട്ടി തന്നിരിക്കുന്നു. 20:5-6 വാക്യങ്ങൾ. ഏലിയാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു. യാക്കോബ് 5:17-18 വാക്യങ്ങൾ. ഏലിയാവിൻ്റെ പ്രാർത്ഥനയും വളരെ ചെറുതായിരുന്നു. നീ ദൈവം തന്നെ യഹോവേ എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമല്ലണമേ. 1 രാജാക്കന്മാർ 18:36-37 വാക്യങ്ങൾ.
ഉടൻ തന്നെ യഹോവയുടെ തീ ഇറങ്ങി യാഗവസ്തുക്കളെ ദഹിപ്പിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ ആവശ്യം കർത്താവിനോട് പറയുക. കർത്താവ് പ്രാർത്ഥന കേട്ടുവെന്നും എനിക്ക് ഉത്തരം നൽകിയിരിക്കുന്നുവെന്നും വിശ്വസിക്കുക. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയ കർത്താവിന് നന്ദി പറയുക. നമ്മുടെ വിശ്വാസത്തിൻ്റെയും നന്ദിയുടെയും പ്രാർത്ഥന ഉയരുമ്പോൾ ദൈവം നമ്മിൽ പ്രവർത്തിക്കും. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിലും സൗഖ്യമാക്കുവാനുള്ള അവൻ്റെ കഴിവിലും അവൻ നൽകിയിട്ടുള്ള വാഗ്ദത്തത്തിലും നാം വിശ്വസിക്കണമെന്നും അവൻ നൽകിയിട്ടുള്ള കൽപ്പനകൾ എല്ലാം പൂർണ്ണമായി അനുസരിക്കണമെന്നും നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ അനുസരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തോടെ കർത്തൃപാദപീഠത്തിൽ നമുക്കിരിക്കാം. കർത്താവേ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവകൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. ആമേൻ. ഈ ലോകക്ലേശങ്ങളാൽ മനമുരുകി നമ്മ